ഹായ്, ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ് എനിക്കും നിങ്ങൾക്കും. കാരണം എൻ്റെ അമ്മൂമ്മയുടെ 100ാമത്തെ പിറന്നാളാണിന്ന്. ധനുമാസത്തിലെ മകമാണ് അമ്മൂമ്മ. ഞങ്ങൾ പൊന്നു എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന പൊന്നമ്മയമ്മ. ഞാനിപ്പോൾ അവിടേക്കാണ് പോകുന്നത്, ഞങ്ങളുടെ കുടുംബ വീട്ടിലേക്ക്. കടപുഴയാണ് സ്ഥലം, കല്ലട കടപുഴയാണ് സ്ഥലം. ഞാനിപ്പോൾ അവിടെ എത്തിച്ചേർന്നു. അവിടെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളാണ് സത്യം പറഞ്ഞാൽ താമസിച്ചു പോയത്. ഞാൻ ഇവിടുന്ന് അങ്ങ് ചെല്ലണ്ടേ, അതുകൊണ്ട് തന്നെ അമ്മൂമ്മയെ കണ്ടപ്പോഴത്തേക്കും അമ്മ ഓടി വന്നു. നമ്മളെ കാണുമ്പോഴത്തേക്കൊക്കെ ഓടി വരാനൊക്കെയുള്ള ആരോഗ്യം ഇപ്പോഴും തമ്പുരാൻ സഹായിച്ച അമ്മൂമ്മയ്ക്കുണ്ട്. ഇപ്പം നിങ്ങൾ ചോദിക്കും 100 വയസ്സായപ്പോഴാണോ നിങ്ങൾ കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കുന്നതെന്ന്. അല്ല കേട്ടോ, എല്ലാ വർഷവും മാമനും കുഞ്ഞമ്മയൊക്കെ അമ്മമ്മയുടെ പിറന്നാൾ ആഘോഷിക്കാറുണ്ട്. ഒരു ചെറിയ കേക്കും ചെറിയൊരു സദ്യയും മാത്രമായിരുന്നു. ഇത്തവണ ഞങ്ങളും കൂടെ പങ്കെടുത്ത് ഇച്ചിരി കൂടെ വിപുലമാക്കി എന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അമ്മൂമ്മയ്ക്ക് അങ്ങനെ വലിയ പ്രത്യേകതയൊന്നും ഫീൽ ചെയ്ത് കാണില്ല. അങ്ങനെ അമ്മൂമ്മ സന്തോഷത്തോടുകൂടി കേക്കൊക്കെ മുറിച്ചു. മാമൻ കേക്കൊക്കെ വായിൽ വെച്ച് കൊടുത്തു. ഹാപ്പി ആയിട്ടിരുന്നു. അങ്ങനെ എല്ലാവരും കേക്ക് വായിൽ വെച്ച് കൊടുത്തു. അമ്മൂമ്മ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയും ചെയ്തു കേട്ടോ. സാധാരണ അമ്മൂമ്മയുടെ പഴയ സ്വഭാവം അനുസരിച്ച് തന്നെ അമ്മൂമ്മ ഞങ്ങളെയൊക്കെ ഓടിച്ചേനെ. ഇപ്പോഴായതുകൊണ്ടാണ് ഞങ്ങൾ പൊന്നു എന്ന് വിളിക്കുമ്പോഴൊക്കെ കേൾക്കുന്നത്. പണ്ടെങ്ങാനും ഞങ്ങൾ വിളിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അടി ഉറപ്പായിരുന്നു. നല്ല ധൈര്യവതിയായ ഒരു അമ്മൂമ്മയായിരുന്നു ഞങ്ങളുടേത്. ഇപ്പം പക്ഷെ കുഞ്ഞുങ്ങളുടെ സ്വഭാവമാണ് കേട്ടോ. ചോക്ലേറ്റൊക്കെ ഇഷ്ടപ്പെടുന്ന, ലഡുവും ജിലേബിയും ഒക്കെ ഇഷ്ടപ്പെടുന്ന, ചോറ് കഴിക്കാൻ മടിയുള്ള പൊടി കുഞ്ഞുങ്ങളുടേത് പോലെയുള്ള സ്വഭാവമാണ് അമ്മൂമ്മയ്ക്ക്. അങ്ങനെ മക്കളെല്ലാവരും കേക്കൊക്കെ വായിൽ വെച്ച് കൊടുത്തു. അമ്മൂമ്മയ്ക്ക് 100 വയസ്സുള്ള അമ്മൂമ്മയിൽ ഞങ്ങളുടെ തലമുറ 5ാമത്തെ തലമുറ വന്ന് നിൽപ്പുണ്ട്. ഇപ്പോൾ 1 വയസ്സുള്ള അവനാണ് ഞങ്ങളുടെ താരം ഇപ്പോഴത്തെ. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ട് കേക്കൊക്കെ മുറിച്ചു, കേക്കൊക്കെ വായിൽ വെച്ച് കൊടുത്തു. ഇങ്ങനെ ഇരിക്കുകയാണ്. അതിനുശേഷം നമുക്കൊരു സദ്യയൊക്കെയുണ്ട്. ചെറിയൊരു സദ്യയാണ്. ഞങ്ങൾ ബന്ധുക്കളും പിന്നെ ചുറ്റുവട്ടത്തുള്ള കുറച്ച് ആൾക്കാരും ഒക്കെ ആയിട്ടൊരു ചെറിയ സദ്യവട്ടം. അതാണ്ട് ഇവനാണ് കേട്ടോ ആ 5ാം തലമുറക്കാരൻ. ഇവൻ അതുകൊണ്ട് ഞങ്ങൾക്ക് സ്പെഷ്യലായിരുന്നു. അവനായിരുന്നു അന്നത്തെ താരം. അങ്ങനെ അമ്മൂമ്മയുടെ പിറന്നാളിൻ്റെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും അവിടെ എവിടെയൊക്കെ നിന്ന് കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറയാൻ തുടങ്ങി. കാരണം എത്രയോ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെയൊന്ന് കൂടുന്നത്. എന്തെങ്കിലും ഒരു വിശേഷം വരുമ്പോഴാണ് നമ്മളെല്ലാവരും ഇങ്ങനെയൊന്ന് കൂടുന്നത്. അല്ലാതെ അങ്ങനെ പരസ്പരം കാണാറില്ല. കാരണം ഓണത്തിന് വരും, എല്ലാവരും അമ്മൂമ്മയെ കാണാൻ വരും ഓണത്തിന്. പക്ഷെ പല സമയങ്ങളിലായി പോകും എന്ന് മാത്രം. കാരണം പല സമയങ്ങളിലായി പോകുന്ന കാരണം പരസ്പരം കാണാറില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വിശേഷങ്ങൾ വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അത് എല്ലാവരെയും ഒന്ന് കാണുകയും വർത്താനം പറയുകയൊക്കെ ചെയ്യല്ലോ. നമ്മുടെ തലമുറയിൽ തന്നെ ആൾക്കാരെ കാണാനും എടുക്കാനും ഒക്കെയുള്ള ആ ഒരു ഇത് ഭയങ്കര സന്തോഷമാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇവൻ കേക്കൊക്കെ തിന്നുമ്പോൾ മുഖം മൊത്തം ക്രീമൊക്കെ ആക്കി അവനങ്ങോടെ ഞങ്ങളുടെയൊക്കെ ഇടയിൽ കിടന്ന് ഭയങ്കരമായി അർമാദിക്കുകയായിരുന്നു. കുഞ്ഞമ്മ അതിൻ്റെ ഇടയ്ക്ക് കേക്കൊക്കെ കട്ട് ചെയ്തത് അകത്ത് കൊണ്ടുവയ്ക്കാനും ഒക്കെ പോയി. ഞങ്ങളെ പേടിച്ചിട്ടാണോ എന്തോ. തമാശ പറഞ്ഞതാണ് കേട്ടോ. ഇത് സുജനേഷ്. അവൻ സൗദിയിലാണ് കേട്ടോ. അവൻ്റെ വീണയെ ഫോൺ വിളിച്ച് അവൻ എല്ലാ വിശേഷങ്ങളും അറിയുകയാണ്. ഞങ്ങളേതാ സാധാരണ എന്ത് വിശേഷം വന്നാലും അവൻ ഫസ്റ്റിലെ ഞങ്ങളോടൊപ്പം കൂടുന്നതാണ്, എല്ലാ കാര്യവും ലൈവായി നിർത്താൻ വേണ്ടിയിട്ട്. ഇപ്രാവശ്യം അവൻ നാട്ടിലില്ലാതെയായിപ്പോയി. അങ്ങനെ പിന്നെ എല്ലാവരും സെൽഫിയൊക്കെ എടുക്കാനുള്ള പുറപ്പാടിലായിരുന്നു. എല്ലാവരെയും ഒരുമിച്ച് കിട്ടിയതല്ലേ, ഒറ്റ ഫ്രെയിമിലൊന്നും ഒതുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ 5 തലമുറ. ഇത് അമ്മൂമ്മയുടെ പെൺമക്കളാണ്. പിന്നെ മാമനും മാമിയും ഒക്കെ ഒപ്പം ചേർന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരുന്ന് കാര്യമൊക്കെ പറയുകയാണ്. അപ്പോഴേക്കും മാമൻ അമ്മൂമ്മയെ ഫുഡ് കഴിക്കാനായിട്ട് വിളിച്ചു. അമ്മൂമ്മ മടിയൊന്നും കൂടാതെ തന്നെ, അമ്മൂമ്മയ്ക്ക് ചോറൊന്നും അത്ര ഇഷ്ടമല്ല, പക്ഷേ പ്രഥമനൊക്കെ ഇഷ്ടമാണ്, മധുരപ്രിയയാണ് അമ്മൂമ്മ. അങ്ങനെ കഴിക്കാനായിട്ട് അമ്മൂമ്മ പോയി. അമ്മൂമ്മയുടെ കാര്യങ്ങളെല്ലാം അമ്മൂമ്മ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. എല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നു. സദ്യയൊക്കെ അടിപൊളിയായിരുന്നു. എല്ലാ കൂട്ടങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാം സദ്യ കഴിക്കാനായിട്ടിരുന്നു. ആദ്യം പിള്ളേർ സെറ്റിനും അമ്മൂമ്മയൊക്കെയാണ് ഇരുന്നത്. വിളമ്പാനായിട്ട് അണ്ണന്മാരെല്ലാം ഓടി നടന്നത്. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാൻ തുടങ്ങി. സദ്യയൊക്കെ വിളമ്പാനും തുടങ്ങി. അങ്ങനെ നമുക്ക് പുറത്തുനിന്ന് ആരും ഇല്ലായിരുന്നു സദ്യ വിളമ്പാനൊക്കെ. നമ്മൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇപ്പം കണ്ട ചേച്ചിയില്ല, ആ ചേച്ചിയാണ് എനിക്ക് പേരിടാൻ വേണ്ടിയിട്ട് എൻ്റെ പേര് സജസ്റ്റ് ചെയ്തത് കേട്ടോ. അങ്ങനെ എൻ്റെ ഈ റെയറായിട്ടുള്ള പേരിൻ്റെ പിന്നിലെ ആളാണ് ആ കണ്ടത്. ഞാൻ ക്യാമറ എടുക്കുന്നത് കണ്ടപ്പോഴാണ് അവൾ എന്നെ ഇങ്ങനെ ഗോഷ്ടി കാണിച്ചത്. അത് കഴിഞ്ഞ് എല്ലാവരും കഴിക്കുന്നതൊക്കെ ഞാനിങ്ങനെ വീഡിയോ എടുത്തപ്പോൾ എല്ലാവരും എന്നെ നോക്കി ചിരിക്കുകയും ഒക്കെ ചെയ്തു. എല്ലാവരും സന്തോഷത്തോടു കൂടി വളരെ നാളുകൾക്ക് ശേഷമാണ് എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നതൊക്കെ. കാരണം എന്തെങ്കിലും വിശേഷം വന്നാൽ മാത്രമല്ലേ ഇങ്ങനെ ഒരുമിച്ച് കൂടത്തുള്ളൂ. ഇങ്ങനെ അമ്മൂമ്മയുടെ പിറന്നാളൊക്കെ ചെറിയ തോതിൽ മാത്രമായിരുന്നു ആഘോഷിച്ചത്. ഇവളുടെ ഫോട്ടോ എടുപ്പ് കണ്ടാൽ തോന്നുന്നു ഇവളത് മൊത്തം ക്യാപ്ചർ ചെയ്തിട്ടുണ്ടെന്ന്. വെറുതെയാണ് കേട്ടോ, ഒന്നും പെരഞ്ഞ് കാണത്തില്ല. അവളുടെ സ്വഭാവം അങ്ങനെയാണ്. അവളെ നല്ല അടിപൊളിയായിട്ട് ഞങ്ങളെല്ലാം ലൈവാക്കി നിർത്തിക്കൊണ്ട്. അപ്പോഴാണ് വേറൊരു സർപ്രൈസ് വന്നത്. സൂര്യയുടെ വിഷ്ണു അന്നേരമാണ് വിദേശത്ത് നിന്നും വന്നത്.
ഞങ്ങൾക്കെല്ലാവർക്കും അതൊരു സർപ്രൈസ് വിസിറ്റ് തന്നെയായിരുന്നു. അവൻ്റെ മോനെയൊക്കെ കണ്ട സന്തോഷത്തിൽ അവരൊക്കെ എടുത്തു വെച്ച് അവർ സന്തോഷിക്കുകയാണ്. അപ്പോഴാണ് വീണയുടെ അച്ഛൻ ഒരു പൊന്നാടയൊക്കെ അമ്മുമ്മയെ അണിയിച്ചത്. അതിനുശേഷം കുട്ടച്ച സാറായിരുന്നു. കുട്ടച്ച സാർ ആരാണെന്ന് ചോദിച്ചാൽ അമ്മുമ്മയുടെ കൊച്ചുമക്കളെയെല്ലാം, പഠിക്കാത്ത കൊച്ചുമക്കളെയെല്ലാം 10ാം ക്ലാസ് അടിച്ച് പഠിപ്പിച്ച് ജയിപ്പിച്ച ആളാണ്. ഇവൻ പിന്നെ ഈ നോക്കുന്നത് അവനെ തന്നെയാണ് കേട്ടോ. അവൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ നമ്മൾ വേറെ പലതും ചിന്തിക്കുമെങ്കിലും അതൊന്നുമില്ല. അവൻ ഹാപ്പി ആയിട്ടിരുന്ന് അവൻ്റെ തന്നെ മുഖം കണ്ട് ആസ്വദിക്കുകയാണ്. അപ്പോൾ ഉണ്ണിമോളുടെ അതേ സ്വഭാവം, ഉണ്ണിമോളും അങ്ങനെയാണ്. അതങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ കഥകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നു. അങ്ങനെ എല്ലാവരും ഫോട്ടോകളൊക്കെ എടുത്തു. എല്ലാവർക്കും ഓരോ ആഗ്രഹം അമ്മമ്മയുടെ കൂടെ ഫോട്ടോ എടുക്കണമെന്ന്. എല്ലാവരും ഫോട്ടോയൊക്കെ എടുത്തു. അമ്മമ്മ ഇരുന്ന് തന്നു. സൂര്യയും കുഞ്ഞുമാവയും വിഷ്ണുവിനൊപ്പം തിരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ അവർ പോയി. അതിനുശേഷം ഞങ്ങളും പോകാനായിട്ടൊക്കെ ഇറങ്ങി. എല്ലാവരും പതുക്കെ പതുക്കെ പോകാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളും പോകാനായിട്ട് ഇറങ്ങി. വളരെ സന്തോഷകരമായ ഒരു ദിവസമായിരുന്നു. മനസ്സ് നിറഞ്ഞ് സന്തോഷിച്ച ദിവസമായിരുന്നു. ഇനിയും അടുത്ത വർഷവും ഞങ്ങൾക്ക് അമ്മമ്മയുടെ പിറന്നാൾ ഇങ്ങനെ ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളങ്ങനെ ഈ ഒറ്റ ഫ്രെയിമിൽ എല്ലാവരെയും ഒതുക്കുകയാണ്. ഇതുപോലെ ഞങ്ങൾക്ക് ഇനിയും ഈ ഒരു ഫ്രെയിമിൽ ഇങ്ങനെ അടുത്തൊരു വിശേഷത്തിന് ഞങ്ങൾക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ബായ്.